ഒരുപാട് പേര് ചൂസ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇതിൽ എല്ലാവർക്കും ഉള്ളൊരു സംശയമുണ്ട്, ഈ ഒരു കോഴ്സ് എടുത്താൽ ജോലി കിട്ടുമോ എന്നുള്ളത്. പക്ഷേ എത്രത്തോളം ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഇന്ന് ഇതേ ഒരു കോഴ്സിൽ തന്നെ കുട്ടികളെ പുറത്തേക്ക് ഇറക്കുന്നത്? ഇവർക്കെല്ലാം എവിടെയാണ് ജോലി കിട്ടുക? ഇതാണ് എല്ലാവർക്കും ഉള്ളൊരു സംശയം. ഈ ഒരു മേഖലയിൽ തന്നെ നല്ലൊരു കോമ്പറ്റീഷനും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഹൈ സാലറി ജോബ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാത്രം പോരാ, അതിനുള്ള സ്കില്ലും കൂടെ വേണം. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നന്നായിരിക്കണം, IT സ്കില്ല് വേണം, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും വേണം. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ചതിനോടൊപ്പം ഒരു ദിവസം മാത്രം ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്തതിനെ കൊണ്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഹോസ്പിറ്റലുകളിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമ്മൾ അറിയേണ്ടതാണ്. അതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിന് നിങ്ങൾക്ക് നല്ലൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ് തന്നെ ആവശ്യമാണ്. മിനിമം ഒരു 2 മാസമെങ്കിലും ഒരു ഇൻറ്റേൺഷിപ്പ് ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യാൻ സാധിക്കില്ല. അതുകൂടാതെ തന്നെ നിങ്ങളുടെ ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ തന്നെ ഹോസ്പിറ്റൽ സെക്ടറിൽ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലുമുള്ള മാനേജേഴ്സിൻ്റെ ഇൻ്റർവ്യൂ ട്രെയിനിങ് കൂടെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സാധ്യതകളും അതുപോലെ തന്നെ അതിൻ്റെ സർട്ടിഫിക്കേഷനും മനസ്സിലാക്കി ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു മേഖലയോട്, നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്ന മേഖലയോട് നിങ്ങൾക്കൊരു താല്പര്യമെങ്കിലും ഉണ്ടായിരിക്കണം. ഇതൊന്നും അറിയാതെ നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കിത് വെറുതെ ആയിപ്പോയി എന്ന് തോന്നുന്നത്. ഇനിയുമുണ്ട് അവസരം. അപ്ഗ്രേഡ് യുവർ കരിയർ വിത്ത് വികാസ ഗ്ലോബൽ എഡ്യൂക്കേഷൻ സെൻറ്റർ.